കോമഡി എന്നാൽ എന്താണ് ചെക്ക? അത് അമൃത ടിവിയിലെ കോമഡി മാസ്റ്റേഴ്സാ. കോമഡി എന്നാൽ എന്താണ് ചെക്ക? അത് അമൃത ടിവിയിലെ കോമഡി മാസ്റ്റേഴ്സാ. നദിക്ക വന്നാലും ചിരിയാ, പകർച്ചേരം വന്നാലും ചിരിയാ, എലീന വന്നാലോ ആകെ മൊത്തം സൂപ്പർ സൂപ്പറാ, പ്രചോദനം വന്നാലോ അത് അടി അടി പൊളിയാ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഞാൻ ഉദ്ദേശിച്ചത് പാരഡി ആയിരുന്നു. ഷൂട്ടാണോ അത് ടേക്കാണോ അതോ ചുമ്മാ പാടിയതാണോ? അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. ഞാൻ വേണേ ഒന്നും കൂടെ അത് നിന്ന് വേണമെങ്കിൽ പാടിത്തരാം. ഞാൻ ആലോചിച്ച് വന്നതായിരുന്നു. അമൃത ടിവിയിൽ നിന്ന് പറഞ്ഞു വിടാനുള്ള സാധ്യത ഒരു ഇത് എത്ര സമയം ആലോചിച്ചിരുന്നു എഴുതിയത് അതോ പെട്ടെന്നുണ്ടാക്കിയതാണോ? പെട്ടെന്നാണോന്ന് ചോദിച്ചാൽ ഏറെക്കുറെ പെട്ടെന്നാണ്. പക്ഷെ എന്നാലും എന്റെ കഴിവിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കും. നന്നായിട്ടുണ്ട്, അതാണ് ചോദിച്ചു വരുന്നതാണ്. നന്നായിട്ട് പാടി. എലീനെങ്കിൽ ഇതൊക്കെ പാടുമ്പോഴാണ് നേരത്തെ ചെയ്തു പോയവരുടെ വിലയൊക്കെ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ സ്കിറ്റ് ആദ്യമായിട്ട് കളിക്കുന്നവരടുത്ത് നിങ്ങൾ പറയും നിങ്ങളുടെ ഈ പൈസ തന്നെ നിങ്ങൾക്ക് കിട്ടിയത് വലുതാണ്. ഈ പാവം ഞാനൊരു പാട്ട് പാടിയപ്പോ ശരിയല്ലേ? അല്ല, ഓക്കെ, എന്നുള്ള രീതിയിൽ ഓക്കെ, നന്നായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു വൃത്തികേടായിട്ടുള്ള വൃത്തം കേൾക്കുന്നത്. ഞാൻ നിൽക്കാനെടുത്ത് ഞാൻ മിണ്ടത്തില്ല. എനിക്ക് പക്രുചേട്ടനും പ്രചോദേട്ടനും ഒക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ചാൽ മതി. അല്ല, വരവിന്റെ ഉദ്ദേശം പറ. വേറെ ഒന്നുമില്ല, ഇതുപോലെ തന്നെ പാരഡി എഴുതുന്ന ഒരാളെയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെ പോലെയല്ല, നിങ്ങളെ പോലെ നന്നായിട്ട് പാരഡി എഴുതുന്ന ഒരു ബ്രോനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ആരാണ് ആ ബ്രോ? നിങ്ങൾക്ക് അറിയായിരിക്കും, ഫെലിക്സ്. ഹാപ്പി ആയില്ലേ? ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. അല്ല, ഞാനപ്പോ പാടി ആദ്യം വന്ന എന്തിനാണ്? ഈ ഒരു സന്തോഷം നിങ്ങളുടെ മുഖത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഫെലിക്സ് ചേട്ടന്റെ വിശേഷങ്ങളും പാരഡി കാര്യങ്ങളും ഒക്കെ കേൾക്കാം. ലെറ്റ്സ് വെൽക്കം ഫെലിക്സ് ടു ദി സ്റ്റേജ്. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നമസ്കാരം. ഞാനാണെങ്കിൽ ചേട്ടൻ വരുന്നതിന് മുമ്പ് ഒരു അടിപൊളി ഒരു വൈബ് ഇവിടെ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. എന്ത് വൈബാണ്? ഒന്നുമില്ല, ഞാനൊരു പാരഡി പാടി. അല്ലല്ല, അത് ട്രാജഡി ആയി, അത് പോയി. അത് ട്രാജഡി ആയി. നിക്കാം, പിന്നെ തീർച്ചയായിട്ടും. സ്ഥലം നദിക്ക, എന്റെ സ്ഥലം കോട്ടയമാണ്. കോട്ടയം. രണ്ട് കോട്ടയംകാർ അവിടെ ഇരിപ്പുണ്ട്. അതിൽ നടുക്കിരിക്കുന്ന കോട്ടയംകാരന് അദ്ദേഹം കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ഫാൻസി ഡ്രസ്സിന് ഞാൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. അന്ന് ഉണ്ണിക്കണ്ണനായിട്ടാണ് അഭിനയിച്ചത് ബസലേസ് കോളേജ്. അത് ഞാൻ വെറുതെ നടന്നു പോയതാ. അതുള്ള അപ്പം അങ്ങനെ കിട്ടിയതാണോ? പിന്നെ പ്രചോദന പരിചയമുണ്ട്. പ്രചോദനം കോട്ടയംകാരനാണ്. നദിക്ക ഇന്നാണ് നേരിട്ട് കാണുന്നത്. എനിക്ക് ഒരുപാട് കാണണമെന്ന് ആഗ്രഹിച്ചു നടന്ന ഒരാളാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെടുത്തിയൊരു സംഭവമാണ് പാരഡി. അപ്പോൾ അതിൽ ഗംഭീരമായിട്ട് കറക്റ്റ് മീറ്ററിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അർത്ഥവത്തായിട്ട് സൂപ്പർ എന്ന് തോന്നുന്ന തരത്തിൽ പാരഡി എഴുതി അമ്പരപ്പിച്ചൊരു വ്യക്തിത്വമാണ്. താങ്ക് യു. അതൊക്കെ ഒരു വീഡിയോ കണ്ട് അത് സെൻഡ് ചെയ്തതിന്റെ പിന്നാലെയാണ് ഇപ്പം ചേട്ടൻ നമ്മളോടൊപ്പം ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അല്ല, കുറെ വീഡിയോസ് അങ്ങനെ വന്നിട്ടുണ്ട്, ഞാനും കണ്ടൊരു പാട്ട്. അതെ, ഞാനൊരു 16ഓളം വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അത് 13ാമത്തെ വീഡിയോ മുതലാണ് അത് കുറച്ച് വൈറലായി തുടങ്ങിയത്. നക്ഷത്ര ദീപങ്ങളുടെ പാരഡി. അതിനു മുമ്പ് വേനലവധിയായി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതാണ് ഹിറ്റായത്. അതിനുശേഷമാണ് വന്ദേ ഭാരത് വന്ന് ചർച്ചയൊക്കെ ആയതും അതിന്റെ പാരഡി എഴുതിയത്. അല്ല, പക്ഷേ ഈ ഓഡിയോ കാസറ്റിന്റെ രംഗത്ത് ഇപ്പം ഞങ്ങൾക്ക് ഓഡിയോ കാസറ്റ് രംഗത്ത് മാവേലി കുമ്പത്ത് ഓണത്തിനടുക്ക് പൂട്ടച്ചടൊക്കെ ചെയ്ത് ആ സമയങ്ങളിൽ താങ്കൾ എന്തുകൊണ്ട് വന്നില്ല? ആ സമയത്ത് പാരഡി കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ പറ്റിയില്ല. ആ സമയത്ത് ശരിക്കും ജുറാസിക് പാർക്ക് കണ്ടിട്ട് തലക്കാച്ചിലുണ്ടായിട്ട് അനിമേഷൻ പഠിക്കാൻ പോയി. അങ്ങനെ മുംബൈയിൽ നിന്നാണ് അത് പഠിച്ചത്. അതിനുശേഷം ആ ഒരു ഇതിൽ തന്നെ ഞാൻ ഈ ചിത്രാഞ്ജലി കോംപ്ലക്സിലൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, അനിമേറ്ററായിട്ട് സീഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ അനിമേഷനിൽ ഫുൾ ടൈം അനിമേഷൻ റൈറ്റർ തന്നെയായിരുന്നു. പിന്നീട് കുറച്ചുകൂടെ നമുക്ക് ലൈറ്റായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലാണ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, ചിരിക്കൂട്ടെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. അത് വളരെ ഹാസ്യാത്മകമായി വളരെ ലൈറ്റായിട്ട് തമാശകളൊക്കെ പറയും, ട്രോളുകൾ ഷെയർ ചെയ്യുന്നൊരു ഗ്രൂപ്പാണ്. അതോടൊപ്പം തന്നെ 2-3 ഗ്രൂപ്പുകൾ വരെയുണ്ട്. അവരെല്ലാം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷനാണ്. അതായത് ഞങ്ങളെ റോയൽ സീമസ്, ഞാൻ പഠിച്ച കോളേജിൻ്റെ ഗ്രൂപ്പ്, പിന്നെ സംഗീത സല്ലാപം, അതൊക്കെ എന്നെക്കാളും മുതിർന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് സീരിയസ് ആയിട്ടുള്ള ഇൻപുട്ടും ഈ സൈഡിൽ നിന്ന് വെറുതെ തമാശകളും ഒക്കെ കേട്ട് ഇതിനെല്ലാം കമ്പൈൻ ചെയ്തിട്ട് ആക്ഷേപഹാസ്യ രൂപത്തിൽ ചെയ്തു നോക്കിയതാണ്. വെറുതെ ഒരു പാട്ട് പാടിയിട്ട് ഞാൻ വേണമെങ്കിൽ 2 ലൈൻ പാടാം. ഒരു തലം മാത്രം, അതൊരു മനോഹരമായ പാട്ടാണ്. ആ പാട്ടിൻ്റെ പാരഡി ഒരു കലം കഞ്ഞി അതും പഴങ്കഞ്ഞി മുഴുവനായി എൻ്റെ മുന്നിലെത്തി, കറികളൊഴിക്കാതെ ഉപ്പു ചേർക്കാതെ കൈ കഴുകാതെ ഞാൻ വാരിക്കുന്നു. അങ്ങനെ കുറേ പാട്ട്. അങ്ങനെ 15 എണ്ണം ആയപ്പോൾ ഈ പാട്ടിലേക്ക് വന്നു.
വേനലവധി എന്നുള്ള പാട്ട് അതങ്ങ് വൈറലായി. അത് ഈ യൂട്യൂബിൽ നിന്ന് അത് ചാടി. നമുക്ക് വേണ്ടി ഒന്ന് പാടിത്തരാവോ? വേനലവധി. ആ. വേനലവധിയായി കുഞ്ഞുങ്ങൾക്ക് കുസൃതിക്കാലമായി പരസ്പരം കൊമ്പ് കോർക്കലായി ഇടയ്ക്കിടെ തല്ലുകൊള്ളലായി അനുദിനം ഭിത്തികൾ മുഴുവൻ കുത്തിവരയ്ക്കും പൊടിയും ചെളിയും നിറയുകയായി 60 ദിവസം ഈ ഭവനത്തിൽ വെടിയും പുകയും ഉയരുകയായി. അമ്മച്ചി കളിക്കാൻ പൊക്കോട്ടെ, കണ്ടോ കണ്ടോ വെയിലത്തു പുറത്തെങ്ങും പോകണ്ട അപ്പച്ച കളിക്കാൻ പൊക്കോട്ടെ, അടങ്ങിയിരിക്കും വെള്ളത്തിലെടുത്ത ചെവിക്ക് പിടിച്ച് കറക്കം ഞാൻ വേനലവധിയായി. അങ്ങനെ പോകും. ആ സാധനമാണ് ഭയങ്കരമായിട്ട്. ഇതില് പക്ക രാജപ്പഞ്ചേട്ടന്റെ ഒരു ടച്ച് ഉണ്ട്. അറിയാതെ വന്നു പോകുന്നതാണ്. കൊള്ളാം. എനിക്ക് ഒരു പാട്ട് കൂടെ കേട്ടാ കൊള്ളാന്നുണ്ട് ചേട്ടാ. ഒരു പാട്ട് കൂടെ പാടിത്തരാവോ? ഇപ്പോൾ കഴിഞ്ഞ ഒരു വിഷയമാണ് AI ക്യാമറ, ഇന്റലിജന്റ് ക്യാമറ. അത് വിയോജിക്കുന്നവരുണ്ട്, അനുകൂലിക്കുന്നവരുണ്ട്. അതിനെക്കുറിച്ചൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. കേട്ടു നോക്കാം. മുടി കൊഴിച്ചിലുണ്ടേ ഞാൻ ഈ ഹെൽമറ്റ് വയ്ക്കാറില്ലേ, ഹെൽമറ്റ് വെച്ചില്ലെങ്കിൽ രൂപ 300 കൊഴിയും, നിയമം പാലിക്കാൻ മടിയെന്തിനാ, ഒരു മാസ്കും കൂളിംഗ് ഗ്ലാസും വെച്ചാൽ ശരിയാവില്ലേ, നമ്പർ നോക്കി വണ്ടി നോക്കി നിന്നെ പോലീസ് പൊക്കും, നല്ല അച്ചടക്കത്തോടെ സ്കൂട്ടർ ഓടിക്കുവാൻ കഴിയില്ലെങ്കിൽ എല്ലാ സൈക്കിളും വാങ്ങിച്ച് എന്നും ചവിട്ടി നീ പോയാൽ പോരെ, റോഡിൽ പതുങ്ങി നിൽക്കും ഇന്റലിജന്റ് ക്യാമറ, ഞാനത് കണ്ടില്ലെന്നേ എൻ്റെ ഫോട്ടോ അതിന്നെടുത്തേ, റോഡിൽ പതുങ്ങി നിൽക്കും ഇന്റലിജന്റ് ക്യാമറ. ഇപ്പോഴത്തെ പുതിയൊരു AI ക്യാമറ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു വിഷയമാണ് നമ്മുടെ വന്ദേ ഭാരതിന്റെ. അതെ. അപ്പൊ വന്ദേ ഭാരതിനെ പറ്റിയുള്ള പാട്ടുമുണ്ട്. അത് നമുക്ക് മുഴുവനായിട്ട് പാടാം.
ഇക്ക എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ രാജാവ് എന്ന് പറയുന്നത് ഇക്കയാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരു പാരഡി. അല്ല, അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു പുതിയൊരു സംഭവം പാടുകയാണെങ്കിൽ ഞാൻ കുറിച്ച് വെച്ചേക്കുന്ന ഇപ്പൊ പുതിയ ട്രെൻഡിലുള്ള ഒരു സാധനം ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പാടാൻ നോക്കാം. ഒരേ പാട്ട് തന്നെ രണ്ടുപേര് പല ഡിഫറെന്റ് സബ്ജക്റ്റില്. ശരി, അത് നല്ലതായിരിക്കും. ഫീസ് അടച്ചു, കറണ്ട് ചാർജ് അടച്ചു, കാറിൻ്റെയും വീടിൻ്റെയും ലോൺ അടച്ചു, പാലിനും ഗ്യാസിനും കൊടുത്തെന്നാൽ ഈ മാസം പട്ടിണിയാ, മുഴുപട്ടിണിയാ. ഇന്നലെ രാവിലെ ബാങ്കിലെ മാനേജർ പിലിപ്പോച്ചനൊരു ചോദ്യം, മാസം തോറും തവണകൾ തിരിച്ചടയ്ക്കാനില്ലെങ്കിൽ എന്തിനീ ലോണെടുത്തു താൻ, പറയടോ എന്തിനീ ലോണെടുത്തു താൻ. ഓ ഫീസ് അടച്ചു, കറണ്ട് ചാർജ് അടച്ചു, കാറിൻ്റെയും വീടിൻ്റെയും ലോൺ അടച്ചു. പണ്ട് ഞങ്ങൾ ചെയ്തിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അതും പാടാം, ഇപ്പോഴത്തെ ഒരു പുതിയ സബ്ജക്റ്റും പാടാം. അന്ന് പാടി ഗേറ്റ് അടച്ചു, റെയിൽവേ ഗേറ്റ് അടച്ചു, ടെമ്പോ വാനിനുള്ളിൽ പാപ്പൻ ചേട്ടൻ കണ്ണടച്ചു, ടെൻഷനായി വരും നേരം കാലനായി വന്ന ട്രെയിൻ കേരളയോ പാസഞ്ചറോ എന്ന് പറഞ്ഞിട്ട് അന്ന് ചെയ്തത്. പക്ഷെ ഇപ്പൊ ചെയ്തത് ദമ്മടിച്ചു, ചിലർ എമ്മടിച്ചു, സിനിമക്കാരെ മീഡിയക്കാർ താറടിച്ചു, ആക്ടിനായി വരുന്നവൻ അഡിക്ഷനായി മാറുന്നത് ഭൂഷണമോ ശോഷണമോ. ദമ്മടിച്ചു, ചിലർ എമ്മടിച്ചു, സിനിമക്കാരെ മീഡിയക്കാർ താറടിച്ചു, ചാനലിൽ വന്നിരുന്ന് തെളിവുകൾ നിരത്തിയ താരങ്ങളോടൊരു ചോദ്യം, ചാനലിൽ വന്നിരുന്ന് തെളിവുകൾ നിരത്തിയ ടിനിയോടായൊരു ചോദ്യം, ഡ്രഗ്സിനായി അഡിക്റ്റായി പല്ലുകൾ പൊഴിഞ്ഞൊരു സ്റ്റാറിൻ പേര് പറയൂ, താങ്കളാ സ്റ്റാറിൻ പേര് പറയൂ. ദമ്മടിച്ചു, ചിലർ എമ്മടിച്ചു, സിനിമക്കാരെ മീഡിയക്കാർ താറടിച്ചു. അടിപൊളി അടിപൊളി. ഇത് ഫുള്ളല്ല ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത് ഫുൾ അടിച്ചു. അത് സൂപ്പറായിരുന്നു, അത് സൂപ്പറായിരുന്നു. നമ്മളത് അടിച്ചു വരാൻ നമ്മള് നാശകട വലിയൊരു നാശകടൊക്കെ പാട്ട് നമ്മൾ അത്രമാത്രം ഇഷ്ടപ്പെട്ട് വളർന്ന ഒരാളാണ് അല്ലേ. അപ്പൊ ഇത് നമ്മൾ വീണ്ടും പാടും. കൊള്ളാം, ഗംഭീരായി. ഒരേ പാട്ട് പാടി, അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. സൂപ്പറായിരുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മൾ വീണ്ടും കാണും. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. എനിക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചാലും കോട്ടയത്തെ രണ്ട് പഴയ സുഹൃത്തുക്കളെ കാണാൻ സാധിച്ചാലും ഒത്തിരി സന്തോഷം. താങ്ക് യു. ഞങ്ങൾക്കും തിരിച്ച് താങ്കളെ പരിചയപ്പെടാനും കാണാനും വേണ്ടിയിട്ട് ആണ് നമ്മളുടെ ഈ വേദിയിൽ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന് വന്നതിൽ ഒരുപാട് സന്തോഷം, വലിയ സന്തോഷം. താങ്ക് യു, താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇനി കോമഡി മാസ്റ്റേഴ്സിൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ പോവാണ്. പക്ഷെ നിങ്ങളൊക്കെ പാട്ട് പാടിയപ്പോൾ എനിക്ക് ഭയങ്കര ആവേശം കൊള്ളുന്നതുകൊണ്ട് ഞാൻ അതൊരു പാരഡി രൂപത്തിൽ പാടാൻ പോവാണ്. കൊല്ലരുത്, മതിയായില്ലല്ലേ ഗൈസ്. കോമഡി മാസ്റ്റേഴ്സിൽ ബ്രേക്ക് ആണ്. ബ്രേക്ക് എടുത്തു, ഞങ്ങൾ ബ്രേക്ക് എടുത്തു, വേഗം പോയി ഞങ്ങൾ തിരിച്ചു വരും. ഓക്കെ, ബൈ. ബ്രേക്ക്. നാട്ടുകാര് കല്ലെടുത്തു.